അമ്മേതേ, ഈ ആലോചനയെങ്കിലും നടന്നില്ലെങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കും. കാലം കുറേയായി ഈ ഒരു കാരണം പറഞ്ഞ് വരുന്ന ആലോചനയെല്ലാം മുടങ്ങുന്നു. മഹേഷ് അമർഷത്തോടെ പറഞ്ഞു. അച്ഛനും അമ്മയും അവനെ നോക്കിയിരിപ്പുണ്ട്. മുമ്പ് പറഞ്ഞതിൽ നിന്നും 5 10 കൂടുതൽ കൊടുക്കാമെന്ന് പറയാം. എങ്ങനെയെങ്കിലും ഇതൊന്ന് നടന്നാ മതി. അച്ഛനാണ്. എന്ത് കൊടുത്താലും വേണ്ടില്ല, ഇത് നടക്കണം. എനിക്കൊരു ജീവിതമുണ്ട്. തടിച്ചിയായൊരു പെങ്ങളുണ്ട്. അവളുടെ വിവാഹം നടക്കാത്തതിൻ്റെ പേരും പറഞ്ഞ് ഇനിയും എൻ്റെ ജീവിതം ഇങ്ങനെ ഇട്ട് ഇടയ്ക്കാൻ എനിക്ക് വയ്യ. മഹേഷിൻ്റെ വാക്കുകൾ കടുത്തു. മയൂരിയുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ തെറ്റെന്താണ്? ഇങ്ങനെ ജനിച്ചത് എൻ്റെ തെറ്റാണോ? ആദ്യമാദ്യം പുറത്തുള്ളവരായിരുന്നു, ഇപ്പോൾ വീട്ടിലുള്ളവരും തുടങ്ങി. അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നീ വിഷമിക്കണ്ട മോനെ, ഇത് നടക്കും. അമ്മ കുറേ വഴിപാട് നേർന്നിട്ടുണ്ട്. നീ സമാധാനമായി ആഹാരം കഴിക്ക്. അമ്മയുടെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ സങ്കടം സഹിക്കാൻ കഴിയാതെ വാ പൊത്തി കരഞ്ഞു പോയവൾ. നാളുകളായി താൻ അവരുടെ ആരുടെയും മുന്നിൽ പോകാറില്ല. തന്നെയും ആരും അന്വേഷിക്കാറില്ല. അച്ഛനും അമ്മയും മഹിയും മാത്രം ഒന്നിച്ചാണ് അത്താഴം. ഞാനെന്നൊരാളെക്കുറിച്ച് അവരാരും ഓർക്കാറുകൂടിയില്ല. താനായി തന്നെ അവസാനിപ്പിച്ചതാണ് അത്. ഒരിക്കൽ എല്ലാവരും ഒന്നിച്ച് ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് മഹി എൻ്റെ പാത്രവും അതിലിരിക്കുന്ന ആഹാരവും തട്ടിയെറിഞ്ഞത്. 24 മണിക്കൂറും മൂക്കുമുട്ടെ തിന്നിട്ടാണത്രേ ഞാനിങ്ങനെ ചേർത്ത് വരുന്നതെന്ന്. ഒരു സഹോദരിയോട് പറയാൻ പാടില്ലാത്ത പലതും അന്നവൻ പറഞ്ഞു. അച്ഛനോ അമ്മയോ അവനെ എതിർത്തില്ല. ഞാൻ കാരണമാണത്രേ അവൻ്റെ വിവാഹം നടക്കാത്തതെന്ന്. മുൻപും അവൻ ഇതുപോലെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ വെറുതെ ചിരിച്ചു വിട്ടു. പിന്നീട് ഒരിക്കലും അവർക്കൊപ്പം ഇരുന്നിട്ടില്ല. വിവാഹ കമ്പോളത്തിൽ തടിയുള്ള പെൺകുട്ടികൾക്ക് തീരെ മാർക്കറ്റില്ലെന്നേ. അതുകൊണ്ട് തന്നെ എത്രയെത്ര വിവാഹാലോചനകളാണെന്നോ മുടങ്ങിയത്. 50 60 പവനോളം സ്ത്രീധനം കൊടുക്കുക എന്ന ഓഫർ വരെ കൊടുത്തു. എന്ത് ചെയ്യാം? ആർക്കും ഈ തടിച്ചിയെ വേണ്ടെന്നേ. നാളെ ആരോ വരുന്നുണ്ട്. ഈ വരുന്നവരെങ്കിലും ഇതിനെ സമ്മതിച്ചിരുന്നേൽ. വിവാഹം കഴിച്ചു പോകാനുള്ള കൊതി കൊണ്ടല്ല. ഈ അവഗണന സഹിച്ചു മടുത്തു. ഇതിൽ നിന്നും ഒരു രക്ഷപ്പെടൽ. അങ്ങനെയേ വിവാഹത്തിന് കാണുന്നുള്ളൂ. രാവിലെ ഒന്ന് ക്ഷേത്രത്തിൽ പോയി. ഉണ്ണിക്കണ്ണനോട് പരാതിയും പരിഭവവും എല്ലാം. കുറച്ചധികം ദൂരമുണ്ട് അമ്പലത്തിലേക്ക്. സ്വന്തമായി സ്കൂട്ടറുണ്ട്. എങ്കിലും ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. കഴിയുന്നത്ര ദൂരം നടക്കാനാണ് വീട്ടിൽ നിന്നുള്ള ഉത്തരവ്. വണ്ണം കുറയ്ക്കാനാണത്രേ. പുറത്തേക്കിറങ്ങിയ അന്നേരം നാട്ടുകാർ തുടങ്ങും. കാര്യം കുശലാന്വേഷണം എന്ന പേരിൽ കുത്തി നോവിക്കുകയാണ് മെയിൻ അജണ്ട. എൻ്റെ ശരീരം കൊണ്ട് എനിക്കില്ലാത്ത പ്രശ്നങ്ങളാണ് കാണുന്നവർക്ക്. തമാശയെന്ന മട്ടിൽ പറയുന്ന ഓരോന്നും അടുത്ത് നിൽക്കുന്ന ആളുടെ നെഞ്ച് കീറിമുറിക്കുന്നവയാണെന്ന് ഇവരൊക്കെ എന്നാണാവോ തിരിച്ചറിയുന്നത്? അങ്ങനെ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി സംസാരിക്കാൻ ശീലിച്ചിരുന്നെങ്കിൽ മനുഷ്യകുലം എന്നേ നന്നായേനെ. തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും നന്നായി വിയർത്ത് കുളിച്ചു. ദാഹം തീർക്കാനായി ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് തണുത്ത വെള്ളം എടുത്ത് കുടിച്ചു. സ്പീഡിൽ നടന്നു വന്നതുകൊണ്ടാവും കിതപ്പ് ഇനിയും അടങ്ങിയിട്ടില്ല. ഹോ, 5 10 മിനിറ്റ് നടന്നതിനാണ് ഇങ്ങനെ പട്ടിയെ പോലെ നിന്ന് കിതയ്ക്കുന്നേ. തീറ്റി കുറയ്ക്കടി, കുറയ്ക്ക്. മഹേഷ് അത് പറഞ്ഞു തീരുമ്പോഴേക്കും എൻ്റെ കൈ അവൻ്റെ കവിളിൽ പതിഞ്ഞിരുന്നു. അവനും അച്ഛനും അമ്മയും പകച്ചു നോക്കുന്നുണ്ട്. എടി നീ! അവൻ കൈ മുറുക്കി വരുന്നുണ്ട്. എൻ്റെ ദേഹത്തെങ്ങാനും തൊട്ടാൽ നീ എപ്പോഴും കളിയാക്കിയും കുറ്റം പറയുകയും ചെയ്യുന്നതെല്ലാം കേട്ട് നിൽക്കും പോലെ ചുമ്മാ നിൽക്കില്ല ഞാൻ. അടിച്ച് കരണം പൊളിക്കും. സഹിക്കുന്നതിനും അപ്പുറമായപ്പോൾ പ്രതികരിച്ചു പോയി. നിനക്ക് എന്ത് അഹമ്മതിയും കാണിക്കാമെന്നായോ? അച്ഛനാണ്. അച്ഛൻ്റെ വായിൽ നാവ് ഉണ്ടായിരുന്നല്ലേ? ഞാൻ കരുതി എന്നെ കുറ്റപ്പെടുത്താൻ മാത്രമേ അതുയരൂ എന്ന്. നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ മയൂരി? എനിക്കെല്ലാം നല്ല ഓർമ്മയുണ്ടമ്മ. നിങ്ങളൊക്കെ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്താനും അവഗണിക്കാനും ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇങ്ങനെ ആയത് ഞാൻ കാരണമാണോ? ഓരോ മനുഷ്യനും ഓരോ രീതിയിലാണ് ഉണ്ടാവുക. ഞാൻ ഇങ്ങനെയാണ്. നിങ്ങളിനി എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അത് മാറാൻ പോകുന്നില്ല. ആയുസിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം ചേർത്ത് ഞാനെന്ന ബാധ്യതയെ ഒഴിപ്പിച്ചു വിടാൻ വെമ്പി നിൽക്കുമല്ലേ? നിങ്ങളൊക്കെ ഓരോന്ന് പറയുമ്പോൾ അതൊക്കെ കേട്ട് നിൽക്കുന്ന എനിക്ക് ഒരു മനസ്സുണ്ടെന്ന് നിങ്ങൾ ആരും ഓർക്കാത്തത് എന്താ? ഞാനും ഒരു മനുഷ്യജീവി തന്നെയാണ്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പുറത്തേക്കിറങ്ങിയ നാട്ടുകാർ, വീടിനകത്ത് നിങ്ങളും. ഞാൻ എന്താ വേണ്ടത്? ചത്തു കളയണോ? പറ, ചത്തു കളയണോന്ന്? ഇത്ര കാലം മനസ്സിൽ കൂട്ടിവെച്ചതൊക്കെ അണപൊട്ടി ഒഴുകിയ നിമിഷം. നിങ്ങളെപ്പോലെ ഓരോ കാരണങ്ങൾ കൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ നന്നായി തല ഉയർത്തി ജീവിക്കാൻ വേണ്ടി പെൺമക്കളെ ഒരു ബാധ്യതയായി കാണുന്ന അച്ഛനമ്മമാർ ഉള്ളിടത്തോളം കാലം വിസ്മയെയും ഉത്തരയും ഒക്കെയും ഇനി ഉണ്ടാവും.
ഉതിർന്നു വീണ കണ്ണീർ തുള്ളികൾ പുറം കൈകൊണ്ട് തുടച്ച് മഹിയുടെ അടുത്തേക്ക് ചെന്നു. ഈ തടിച്ചിയായ പെങ്ങള് കാരണം ഇനിയും എൻ്റെ അനിയൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കില്ല. ഇന്ന് വരുന്നത് ആരാണെങ്കിലും അവർക്കിഷ്ടമായാൽ ഈ വിവാഹം നടക്കും. ഇനി അഥവാ ഇല്ലെങ്കിലും ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയായി ഇവിടെ തുടരില്ല. അവരോട് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് വരുമ്പോൾ മനസ്സിൽ ആ തീരുമാനം ഞാൻ ഉറപ്പിച്ചിരുന്നു. പുറത്ത് വണ്ടിയുടെ ശബ്ദം കേൾക്കാം. അവർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മ എൻ്റെ മുന്നിൽ നിന്ന് പരുങ്ങുന്നുണ്ട്. രാവിലെ പറഞ്ഞതിൻ്റെയാണ്. ഞാൻ അധികം നോക്കാൻ പോയില്ല. ചായയുമായി ഹാളിലേക്ക് നടന്നു. അച്ഛനും മഹിയും നോക്കി നിൽപ്പുണ്ട്. ആരെയും നോക്കാതെ ചായ ടീപ്പോയിൽ കൊണ്ടുവച്ച് തിരിച്ച് റൂമിൽ വന്നിരുന്നു. കൊടുക്കൽ വാങ്ങലുകളെ ചർച്ച ചെയ്ത് കച്ചവടം ഉറപ്പിക്കുകയാവാം. പുറകിൽ ഒരാളനക്കം അറിഞ്ഞാണ് തിരിഞ്ഞു നോക്കിയത്. പെണ്ണ് കാണാൻ വന്ന ആളാണ്. അത്യാവശ്യം നല്ല പൊക്കവും വണ്ണവും നിറവും എല്ലാം ഉണ്ട്. ഇയാൾക്ക് എന്നെ ഇഷ്ടപ്പെടുമോ? ഞാൻ ആളുടെ നെഞ്ചൊപ്പമേ വരൂ. ഇതിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. എൻ്റെ പേരറിയാമോ? അയാളാണ്. ഇല്ല, ഞാൻ വിശാൽ. ഒരു ചെറിയ ബിസിനസ് നടത്തുന്നുണ്ട്. കൂടെ വന്നത് അച്ഛനും അമ്മയുമാണ്. മയൂരി എന്തുവരെ പഠിച്ചു? പുള്ളി അത് ചോദിച്ചപ്പോഴാണ് ഞാനും ഓർത്തത്. ഈ വണ്ണം കാരണം കല്യാണം നീണ്ടുപോയപ്പോൾ ആൾക്കാരുടെ ചോദ്യം ഒഴിവാക്കാനാണ് പഠിക്കാൻ വിട്ടത്. അതുകൊണ്ട് PG വരെ പോകാൻ പറ്റി. നാട്ടുകാരുടെ ചോദ്യം കൊണ്ട് ആകെ ഉണ്ടായ ഉപകാരം. ഹലോ, ഇവിടെയാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഞാൻ PG കഴിഞ്ഞു. ആള് മുറിയൊക്കെ നോക്കുന്നുണ്ട്. ഒടുവിൽ എൻ്റെ ബുക്ക് ഷെൽഫിനരികിലേക്ക് നടന്നു. എൻ്റെ ഇഷ്ടപ്പെട്ട ബുക്ക് ആള് കയ്യിലെടുത്തു. P. കേശവദേവിൻ്റെ ദീനാമ. എത്രയെത്ര വായിച്ചാലും മതിവരാത്ത ഒരു രചന. പലപ്പോഴും തോന്നിയിട്ടുണ്ട് താനും അതുപോലെ ഒരു ദീനാമയാണെന്ന്. എനിക്ക് വേണ്ടി എഴുതിയതാണ് ആ കഥയെന്ന് പോലും തോന്നിയിരുന്നു. ആ കഥ എന്നെ പഠിപ്പിച്ച ഒരു പാഠം, സൗന്ദര്യം അത് കാണുന്നവൻ്റെ കണ്ണിലാണ് എന്നതാണ്. ഇയാള് ബുക്ക് ധാരാളം വായിക്കുമല്ലേ? നല്ലത്. ഞാനൊന്നും മിണ്ടിയില്ല. ആള് ബുക്ക് വെച്ചിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. മയൂരിയെ ഇഷ്ടപ്പെട്ടു. മയൂരിക്ക് എന്നെ ഇഷ്ടമായോ? എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. എന്നെ ഇഷ്ടപ്പെട്ടു എന്ന്. എനിക്കിഷ്ടമായോ എന്ന്. ആദ്യമായി കളിയാക്കലില്ലാതെ കേട്ടൊരു വാക്ക്. ആലോചിക്കാൻ സമയം വേണോ? ഇല്ല, ഞാൻ അതല്ല. എനിക്ക് എന്നോട് ആരും ഇങ്ങനെ. മനസ്സിലാകും അവഗണിക്കപ്പെട്ടതിൻ്റെ വേദന. സാരമില്ല, മയൂന് സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞോളാം. ആൾ പറയുമ്പോൾ ആൾക്ക് എങ്ങനെ ഇതൊക്കെ എന്ന സംശയമുണ്ടായിരുന്നു എനിക്ക്. എനിക്കറിയാം എല്ലാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. അത്രമാത്രം അറിഞ്ഞാൽ മതി. എന്നാൽ ഞാൻ പോട്ടെ, വേഗം വരാം ഇയാളെ കൊണ്ടുപോകാൻ. ആളത് പറഞ്ഞുകൊണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു. പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആൾ പോയി കഴിഞ്ഞും എനിക്കൊട്ടും വിശ്വാസം വന്നില്ല. പുറത്ത് അച്ഛൻ്റെയും അമ്മയുടെയും മഹിയുടെയും ഒക്കെ സന്തോഷം നിറഞ്ഞ സംസാരം കേൾക്കാം. അപ്പോൾ സത്യമാണ്, ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. ഇന്ന് ഞങ്ങളുടെ വിവാഹമായിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കരഞ്ഞില്ല. ഒരായുസിൻ്റെ പകുതിയും അവരുടെ വാക്കുകൾക്ക് വേണ്ടി കരഞ്ഞു തീർത്തതാണ്. ഇനിയില്ല. വിശാലിൻ്റെ വീട് ഞങ്ങളുടെ വീടിനേക്കാളും വലുതായിരുന്നു. അച്ഛനും അമ്മയും വളരെ സ്നേഹമുള്ളവരാണ്. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആരുടെയും മുന്നിൽ ഒരു കാഴ്ച വസ്തുവായി അവർക്ക് കുറ്റം പറയുവാനായി നിൽക്കണ്ട എന്ന് വിശാലിൻ്റെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് റിസപ്ഷനൊന്നും ഉണ്ടായില്ല. ഒരു തരത്തിൽ എനിക്കും അതായിരുന്നു ആശ്വാസം. കല്യാണത്തിന് തന്നെ വന്നവരുടെ ഭാവം കാണണമായിരുന്നു. ഇവൾക്കും കല്യാണമോ എന്ന രീതിയിലാണ്. വീട്ടിൽ അച്ഛനും അമ്മയും വിശാലും ഞാനും. മറ്റൊരു വീട്ടിലാണ് എന്ന ഒരു തോന്നലും എനിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും ഒക്കെ ഫ്രണ്ട്ലി ടൈപ്പാണ്. അവരോട് വളരെ വേഗത്തിൽ അടുക്കാനുള്ള കാരണവും അവരുടെ ആ വൈബായിരുന്നു. വീടിൻ്റെ ഓരോ ഭാഗവും കാണവെയായിരുന്നു. മുകളിലെ നിലയിൽ ഹാളിലായി ഒരു പെൺകുട്ടിയുടെ വലിയ ഫോട്ടോ മാലയിട്ട് വെച്ചിരിക്കുന്നത് കണ്ടത്. കാണാൻ എന്നെപ്പോലെ തോന്നി എനിക്ക്. നല്ല വെളുത്തു തുടുത്ത ഒരു സുന്ദരി കുട്ടി. ഇതാരാമേ? അമ്മയുടെ മുഖം അല്പം വാടി. അത് ഞങ്ങളുടെ വിച്ചൂട്ടി, വിശാലിൻ്റെ കുഞ്ഞനിയത്തിയാണ്. മോളെപ്പോലെ ആയിരുന്നു അവളും. ഞങ്ങളുടെ ബബ്ലൂസ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയമെല്ലാം അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞങ്ങൾക്കുള്ളതെല്ലാം കൊടുത്ത് വളരെ സന്തോഷത്തിലാണ് അവളെ വിവാഹം കഴിപ്പിച്ചു വിട്ടത്. ആദ്യമൊക്കെ സന്തോഷകരമായ ജീവിതമായിരുന്നു. പതിയെ പതിയെ താളം തെറ്റി തുടങ്ങി. 1 വർഷം തികഞ്ഞപ്പോൾ മുതൽ വിശേഷമൊന്നും ആയില്ല എന്ന പേരും പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ കുറ്റപ്പെടുത്താനും ഉപദ്രവിക്കാനും ഒക്കെ തുടങ്ങി. ഞങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്നോർത്ത് അവളത് ഞങ്ങളെ അറിയിച്ചില്ല. വിളിക്കുമ്പോഴൊക്കെ അവൾ
സന്തോഷമായിരിക്കുന്നു എന്നവൾ വരുത്തി തീർത്തു. എൻ്റെ കുഞ്ഞിൻ്റെ വണ്ണം മൂലമാണ് അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാത്തത് എന്ന് പറഞ്ഞ് അവൾ മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കൊടുക്കില്ലായിരുന്നു. അവൾക്ക് പണ്ടേ വിശപ്പ് എങ്ങനെ സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ മൂവരും അത്രയ്ക്ക് ലാളിച്ച അവളെ വളർത്തിയത്. ഒരു ദിവസം എൻ്റെ കുഞ്ഞ് അവൾക്ക് അത്ര വിശപ്പ് സഹിക്കാഞ്ഞിട്ടാവും ഭക്ഷണം എടുത്ത് കഴിച്ചു. അതിന് പൊതിരെ തല്ലി അവൻ, കൂട്ടിന് ആ വീട്ടുകാരും. അപ്രതീക്ഷിതമായ ഞങ്ങൾ ആ സമയത്ത് അവിടെ ചെന്നത്. അവളെ തല്ലുന്നത് കണ്ടതും വിശാല് അവനെ ഒരുപാട് തല്ലി. വിച്ചൂട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എല്ലാം അറിഞ്ഞപ്പോൾ അവനെയും വീട്ടുകാരെയും വെറുതെ വിടില്ല എന്നത് വിശാലിൻ്റെ വാശിയായി. ഡൈവേഴ്സിന് കൊടുത്തു. ഞങ്ങളുടെ മോളെ തകർന്നു പോകാതെ ഞങ്ങൾ ചേർത്ത് പിടിച്ചതാ. പക്ഷേ ബാക്കി പറയാതെ അമ്മ വിങ്ങിക്കരഞ്ഞു. കരയല്ലേ അമ്മേ. അമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ഞാൻ. അന്നവൻ കോടതി മുറിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ കുഞ്ഞിനെ കഴിവുകെട്ടവളെന്ന് പറഞ്ഞു. അവൾക്കൊരിക്കലും അവനൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. എല്ലാം കേട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിയതവൾ ഒരു വണ്ടിയുടെ മുന്നിലേക്ക്. അമ്മ പറയുമ്പോൾ ഞാനും കരഞ്ഞു പോയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എൻ്റെ മോള് 2 മാസം ഗർഭിണിയായിരുന്നു. വാക്കുകൾ കൊണ്ട് നോവിക്കാതെ ഇരുന്നെങ്കിൽ എൻ്റെ മോളും കുഞ്ഞും ഇപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായേനെ. അവനെ വെറുതെ വിട്ടില്ല വിശാൽ. അവനും വീട്ടുകാരും ഇന്നും ജയിലിലാണ്. അമ്മ കണ്ണു തുടച്ചുകൊണ്ട് എന്നെ നോക്കി. ആദ്യ ദിവസം തന്നെ അമ്മ മോളെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചു അല്ലേ? അല്ല എന്ന് തലയാട്ടി അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ആഹാ, അമ്മയും മോളും ഇവിടെ ഇരിക്കുവാണോ? അച്ഛനും വിശാലുമാണ്. ഞങ്ങളെ കണ്ടപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി. അവരും ഞങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവരും ഞങ്ങളുടെ കൂടെ ഇരുന്നു. ജീവിതത്തിലെ സന്തോഷകരമായ ദിനങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. വിശാലിന് എല്ലാം എൻ്റെ ഇഷ്ടങ്ങളായിരുന്നു. മുൻപ് വണ്ണം കൂടൂ എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പോലും മാറ്റിവെച്ചിരുന്ന എന്നെ എനിക്കിഷ്ടമുള്ളത് കഴിക്കാനും ഇഷ്ടമുള്ള വേഷം ധരിക്കാനും എല്ലാം വിശാലും അച്ഛനും അമ്മയും ഒന്നിനൊന്ന് മത്സരമായിരുന്നു. അവരുടെ ആ സന്തോഷത്തിൽ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു വിച്ചൂട്ടിയെ അവർ കാണുന്നത് എന്നിലൂടെയാണെന്ന്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.